മനസ്സിലൊരാളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് വീട്ടുകാർ കൊണ്ടുവരുന്ന ഓരോ കല്യാണാലോചനയും തള്ളിക്കളയുന്ന ഒരു പെൺകുട്ടി. എത്ര കാലം അവൾക്ക് ഈ സത്യം മറച്ചു വയ്ക്കാൻ കഴിയും? സിൽവിയുടെ ജീവിതത്തിൽ ഇനി എന്തു സംഭവിക്കും? നാമ്പെടുക്കുന്ന പ്രണയം ഭാഗം 31 മുഴുവനായും കേൾക്കണേ. അപ്പച്ചൻ ചേട്ടന് ആകാംക്ഷയായി. കാര്യമായ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ ഇത്രയും മന്ദഗതിയിൽ പോരാ. എന്നാത്തിനാന്നേ, സ്വന്തം വീട്ടുകാരല്ലേ, പിന്നെ പറയാൻ ഇത്ര മടിക്കേണ്ട കാര്യം എന്നതാ ഉള്ളത്? കാര്യം എന്താണെന്ന് വെച്ചാൽ വളച്ചുകെട്ടില്ലാതെ അളിയനങ്ങ് പറഞ്ഞാട്ടെ. വെറുതെ എന്തിനാ ആകാംക്ഷ മൂത്ത് വല്ല അറ്റാക്കും ഉണ്ടാക്കുന്നത്? അറ്റാക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അളിയ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സിൽവിക്ക് വളരെ നല്ല ഒരു ആലോചന ഞങ്ങളുടെ അടുത്തു നിന്നും വന്നിട്ടുണ്ട്. ഡൊമിനിക്കും നന്നായി അറിയാവുന്ന ചെറുക്കനാണ്. വളരെ മിടുക്കൻ. സർക്കാർ ജോലിയുമുണ്ട്. എന്തുകൊണ്ടും നമുക്ക് ചേരുന്ന ബന്ധമാണ്. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുന്ന കാര്യം അളിയനോടും പെങ്ങളോടും സംസാരിക്കാൻ വന്നതാണ് പ്രധാനമായും ഞാനിപ്പോൾ. അന്ന് ഡോമിനിയും ഒരു ചെറുക്കൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതുതന്നെയാണോ ഇത്? അന്ന് ഡോമിനി പറഞ്ഞപ്പോൾ സിൽവിക്ക് പഠിക്കണം, ജോലി കിട്ടിയിട്ട് മതി, വിവാഹം എന്ന് പറഞ്ഞിട്ടാണ് മാറ്റിവെച്ചത്. ആ ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞുപോയി. അതിനേക്കാൾ ഒരു പടി കൂടി മെച്ചപ്പെട്ട ബന്ധമാണ് ഇപ്പോൾ ആലോചിച്ചത്. മാത്രവുമല്ല, അവളുടെ പഠനം ഇപ്പോൾ 2ാം വർഷം എത്തിയില്ലേ. അളിയൻ പൈസ കൊടുത്തു വച്ചിട്ടുള്ളത് കൊണ്ട് 1 കൊല്ലം കഴിയുമ്പോഴേക്കും അവൾക്ക് ജോലിയും കിട്ടും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. ആ വീട്ടുകാർ അതിനൊക്കെ തയ്യാറുമാണ്. ഏതായാലും ഒരു തീരുമാനം പറയുന്നതിന് മുൻപ് എനിക്ക് അവളുടെ അഭിപ്രായം കൂടി അറിയണം. എന്നെ സംബന്ധിച്ചിടത്തോളം അവളുടെ അഭിപ്രായമാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും മാനിക്കുന്നത്. അവൾക്ക് വേണ്ടെങ്കിൽ നമുക്കും വേണ്ടെന്നേ. പഴയ കാലമൊന്നുമല്ല അളിയ. പിള്ളേർക്ക് തന്നെ തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രാപ്തിയുമുണ്ട്. പിന്നെ എന്തിന് നമ്മൾ അവരെ മാറ്റി നിർത്തണം? അവർക്ക് വേണ്ടത് അവർ തന്നെ തീരുമാനിക്കട്ടെ. എന്നാൽ അളിയൻ അവളെ വിളിച്ച് ചോദിച്ചേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പറയാം. പെങ്ങള് പോയി അവളോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളുടെ അഭിപ്രായം അറിഞ്ഞേച്ചു വന്നാൽ മതി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും വിവരമറിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാമല്ലോ. അവളെങ്ങും എതിര് പറയാൻ ഒരു സാധ്യതയുമില്ല. അവളുടെ നന്മയ്ക്ക് വേണ്ടിയേ അച്ചായി എന്തും ചെയ്യുകയുള്ളൂ എന്ന് അവൾക്കറിയാം. സാറാമ്മ അകത്തേക്ക് ചെന്നു. അവിടെ പറഞ്ഞ വിവരങ്ങളൊന്നും വ്യക്തമായി കേൾക്കാതിരുന്ന സിൽവിയോട് വിവരങ്ങൾ വ്യക്തമായി പറഞ്ഞു. അവരുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞതറിയാവുന്നതുകൊണ്ട് മടിച്ചാണ് സാറാമ്മ പറഞ്ഞത്. വിവരമറിഞ്ഞപ്പോഴേക്കും അവൾക്ക് നല്ല ദേഷ്യമാണ് വന്നത്. ഈ മാമന്മാർക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? മനസ്സമാധാനം കളയാൻ വേണ്ടി ഓരോ ആലോചനയും കൊണ്ട് ഇങ്ങോട്ട് വന്നുകൊള്ളും. വേണ്ടെന്ന് പറഞ്ഞാലെങ്കിലും കേൾക്കണമല്ലോ. അവൾ ഒരുമാതിരി പെൺപുലി ചീറ്റും പോലെ സാറാമ്മയുടെ നേർക്ക് ചീറി. എങ്ങനെ ചീറാതിരിക്കും? അവൾ ഒരാളെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണെന്ന് അമ്മച്ചിക്കറിയില്ലല്ലോ. അത് ഇതുവരെ അമ്മച്ചിയോട് പറയാനുള്ള സൗകര്യം ഉണ്ടായതുമില്ല. ഒരല്പം ധൈര്യക്കുറവും ഉണ്ടായിരുന്നു അത് പറയാൻ. എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് കല്യാണം മതിയെന്ന് അന്നേ ഞാൻ ഡോമിനി മാമനോട് പറഞ്ഞു വിട്ടതല്ലേ. അമ്മയ്ക്കും അതറിയാവുന്നതല്ലേ. പിന്നെ വീണ്ടും എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇത്ര തിരക്കിട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ട് ചാച്ചനും അമ്മച്ചിക്കും എന്താ നേട്ടം? അതോ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടായോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് പറഞ്ഞാൽ പോരെ. ഞാനത് ഓർക്കാഞ്ഞിട്ടല്ലടി. അവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ജോലി കിട്ടിക്കഴിഞ്ഞ് മതി എന്ന് നീ തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നീ അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പോയി പറഞ്ഞേക്കാം.
സാറാമ്മ ചേടത്തി വേഗം തന്നെ ഊണുമുറിയിലേക്ക് വന്നു. വേണ്ടായിരുന്നു, വെറുതെ ആ കൊച്ചിനോട് ചോദിച്ച് അവളെ ചുണ്ടി പിടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്തു പറഞ്ഞു പെങ്ങളെ? അവൾ സമ്മതിച്ചോ? സമ്മതിച്ചു കാണും. മാമൻ കൊണ്ടുവന്നത് നല്ലൊരു ആലോചനയാണെന്ന് അവൾക്കറിയില്ലേ? അവൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞു മതി കല്യാണം. സമയമാകുമ്പോൾ വിവരം പറയാം എന്നാണ് പറഞ്ഞത്. അവളെക്കൊണ്ട് ചാച്ചനും അമ്മച്ചിക്കും ബുദ്ധിമുട്ടായോ എന്നാണ് ചോദിക്കുന്നത് എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. വെറുതെ എന്തിനാ അവളെ ബുദ്ധിമുട്ടിക്കുന്നത്? 20 വയസ്സാകുന്നതേ ഉള്ളൂ. ഇപ്പോഴേ ഇത്ര തിരക്ക് പിടിക്കണോ മാമച്ച? ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് പോരെ കല്യാണം? നിർബന്ധിച്ച് കെട്ടിച്ചു വിട്ടിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ? അവളുടെ സമയം അവൾ തന്നെ തിരഞ്ഞെടുക്കട്ടടാ മാമച്ച. ഞാൻ നിർബന്ധിക്കുന്നില്ല പെങ്ങളെ. ആലോചന വന്നപ്പോൾ വന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്കെന്താ നിർബന്ധം? എൻ്റെ കുഞ്ഞിൻ്റെ താല്പര്യമാണ് എനിക്കും പ്രധാനം. അവൾക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ആലോചിക്കാം. അതുവരെയും ഇവർ കാത്തു നിൽക്കുമോ എന്നറിയില്ല. അന്നേരം പുതിയ ആലോചന വരും. ഒന്ന് പോയാൽ മറ്റൊന്ന്. മാമച്ചൻ കഴിച്ചു കഴിഞ്ഞ് കയ്യും കഴുകി എഴുന്നേറ്റു. നേരെ അകത്തേക്ക് ചെന്നു. കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കണമല്ലോ. മാമൻ അവൾക്കൊരു ദോഷം ചെയ്തു എന്ന് വരാൻ പാടില്ല. സിൽവി മുഖം വീർപ്പിച്ചിരിക്കുകയാണ്. നീ മാമനോട് പരിഭവിക്കുകയൊന്നും വേണ്ട. ഞങ്ങളൊക്കെ പഴയ മനുഷ്യരല്ലേ. ആലോചന വന്നപ്പോൾ വന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. 2 കൊല്ലം കഴിഞ്ഞു മതിയെങ്കിൽ അന്നേരം മതി. അന്ന് നല്ലത് വല്ലതും വന്നാൽ അന്നേരം പറയാം. ഏതായാലും നിന്റെ സന്തോഷമാണ് എനിക്കും പ്രധാനം. നീ വിഷമിക്കേണ്ട കേട്ടോ. 2 കൊല്ലം കഴിയാതെ ഇനി മാമനൊരാലോചന കൊണ്ടുവരികയില്ല. സിൽവിക്ക് സമാധാനമായി. കുറേ സമയം കൂടി എല്ലാവരുമായും വർത്തമാനം പറഞ്ഞിരുന്നതിന് ശേഷമാണ് മാമച്ചനും കുടുംബവും പോയത്. ഏതായാലും കുറേ സമയത്തേക്ക് സിൽവിയുടെ ഉള്ളൊന്ന് കാളി. മാമൻ പറയുന്നത് കേട്ടിട്ട് ചാച്ചനും അമ്മച്ചിയും കൂടി നിർബന്ധിച്ചെങ്കിൽ താൻ ആകെ വിഷമത്തിലാവില്ലേ? ചാച്ചനും അമ്മച്ചിയും തൻ്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതാണ് ധൈര്യം. അതുകൊണ്ട് താൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ നടക്കും. ചാച്ചൻ അതിന് കൂട്ടുനിൽക്കും. അമ്മ ഇനി അഥവാ എതിര് പറഞ്ഞാൽ പോലും ചാച്ചനൊപ്പമുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ക്വാർട്ടേഴ്സിൽ വരെ പോകണമെന്നും അന്നമ്മ ചേടത്തിയോടും ജിമ്മി സാറിനോടും സംസാരിക്കണം എന്നുമൊക്കെ കലശലായ ആഗ്രഹം സിൽവിക്കുണ്ടായിരുന്നു. എന്നാൽ ഒരു കാരണം ഒത്തുവരുന്നില്ലല്ലോ. ആരെങ്കിലും എന്നാൽ പോകാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നെങ്കിലോ എന്നവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഈ അമ്മച്ചിക്ക് അവിടെ വരെ ഒന്ന് പോയാൽ എന്നതാ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ തനിക്കും കൂടെ പോകാമായിരുന്നു. എന്തു ചെയ്യാം? അങ്ങനെ ചിന്തിക്കുന്നു പോലുമില്ലെന്ന് തോന്നുന്നു. സിൽവി ഓരോരുത്തരെയും മാറി മാറി നോക്കി. ആരും അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞതുമില്ല. ആർക്കും അവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലായതുമില്ല. ഏതായാലും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് തന്നെ എന്ന് പറയും പോലെ വൈകുന്നേരമായപ്പോഴേക്കും അന്നമ്മ ചേടത്തിയും ജിമ്മി സാറും കൂടി പടവിലെ വീട്ടിലേക്ക് വന്നു. അവർ വരുന്നത് കണ്ടപ്പോഴേ സിൽവിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പച്ചൻ ചേട്ടൻ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞ സമയത്താണ് അവർ രണ്ടുപേരും വന്നത്. അതുകൊണ്ട് ജിമ്മി സാറും അപ്പച്ചൻ ചേട്ടനും മുറ്റത്ത് തന്നെ ഇരുന്നു. വീട് പണിക്കാര്യങ്ങളും നാട്ടുകാര്യങ്ങളുമൊക്കെ അവർ സംസാരിച്ചിരുന്നു. അന്നമ്മ ചേടത്തി വീടിനുള്ളിലേക്ക് കയറി വന്നു സാറാമ്മയോട് ചോദിച്ചു, ആങ്ങളെയും നാത്തൂനുമൊക്കെ വന്നത് ഇന്ന് തന്നെ പോയോ? ഞാൻ വിചാരിച്ചു അവർ കൂടി ഇവിടെ കാണുമായിരിക്കുമെന്ന്. അവരെയും പരിചയപ്പെടാമല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത്. പോയില്ലെങ്കിൽ അവന് നാളെ കട തുറക്കേണ്ടതല്ലേ ചേടത്തി? കച്ചവടം വലിയധികമൊന്നും ഇല്ലെങ്കിലും എല്ലാ ദിവസവും കട തുറക്കണ്ടേ? എങ്കിലല്ലേ കച്ചവടം മെച്ചപ്പെട്ടു വരികയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കട നിർത്തിപ്പോയി എന്ന് വിചാരിക്കില്ലേ? അതുകൊണ്ടാണ് അവൻ തിരക്കിട്ട് പോയത്.
അവർ ഊണ് കഴിഞ്ഞതേ പോയി അല്ലേ? പിന്നെ അധിക നേരം ഇരുന്നില്ല. കഷ്ടിച്ച് അരമണിക്കൂർ കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോയി. ആങ്ങളെയും നാത്തൂനും ചുമ്മാ വന്നെന്നേയുള്ളോ അതോ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? ചേടത്തി സാധാരണ ഇങ്ങനെ കിള്ളിക്കിള്ളി ചോദിക്കാറില്ലാത്തതാണല്ലോ. പിന്നെ ഇന്ന് എന്നാ പറ്റി? കൂടുതൽ അടുപ്പം വന്നപ്പോൾ വിവരങ്ങൾ ചോദിക്കാൻ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. അവർ വന്ന കാര്യമാണെങ്കിലും ചേടത്തിയോട് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. വേറൊരാളുടെയും ചെവിയിലേക്ക് എത്തുകയുമില്ല. അല്ലെങ്കിൽ തന്നെ കല്യാണാലോചനയുമൊക്കെ സാധാരണയല്ലേ, അറിഞ്ഞാൽ തന്നെ എന്നതാ ഒരു കുഴപ്പം? ഉള്ള കാര്യം പറയാമല്ലോ ചേടത്തി. അവൻ വന്നത് നമ്മുടെ സിൽവിക്ക് ഒരു കല്യാണാലോചനയുമായിട്ടായിരുന്നു. നല്ല ആലോചനയാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. പക്ഷേ അവൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ജോലി കിട്ടിക്കഴിഞ്ഞു മാത്രം മതി കല്യാണം എന്ന ഉറച്ച നിലപാടിലാണ്. പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യാനാ? അവനോട് പറഞ്ഞ് ഒഴിവാക്കി, അത്ര തന്നെ. അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെ നമുക്കാണോ നിർബന്ധം? ചേടത്തിയുടെ മനസ്സിൽ വന്ന ഒരു പിടച്ചിൽ സാറാമ്മ അറിയാതിരിക്കാൻ അവർക്ക് അല്പം പണിപ്പെടേണ്ടി വന്നു. അതല്ലെങ്കിലും അവരുടെ അഭിപ്രായത്തിന് തന്നെ വിടുന്നതാണ് നല്ലത്. നമ്മുടെ കാലഘട്ടത്തിലെ പോലെ അല്ലല്ലോ, കാലത്തിനനുസരിച്ച് മാറാതിരിക്കാനൊക്കുമോ? മുറ്റത്ത് നടന്ന ചർച്ചയിൽ വീടിൻ്റെ കാര്യങ്ങളെല്ലാം ഏകദേശം പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതല്ലാതെ കൂടുതൽ ഒന്നും തന്നെ അവർ തമ്മിൽ പറയാനില്ല. അതുകൊണ്ട് കാപ്പി കുടിക്കുന്നതിനായി സാറാമ്മയെ വിളിച്ചു. ആ വിളി വരുമ്പോഴേ എന്തിനാണ് എന്ന് ദീർഘനാളത്തെ പരിചയം കൊണ്ട് സാറാമ്മയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആ വിളി വരും മുമ്പേ കാപ്പിയെടുത്ത് റെഡിയാക്കി വെച്ചു. അത്യാവശ്യത്തിന് ചവയ്ക്കാനുള്ള ചെറിയ സാധനങ്ങളും കരുതിയിരുന്നു. ഇന്ന് അരിമുറുക്കാണ് ഉണ്ടായിരുന്നത്. അതും കാപ്പിയും പ്ലേറ്റിലാക്കി സാറാമ്മ ചേടത്തി മുറ്റത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. അവരുടെ നടുക്കായി ഒരു ടീപ്പോയി വലിച്ചിട്ടിരുന്നതിലേക്ക് കാപ്പിയും പ്ലേറ്റും വെച്ചിട്ട് ചേടത്തി തിരികെ പോന്നു. വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെ അവർ അതെടുക്കുകയും കഴിക്കുകയും ചെയ്യാം. അവിടെ നടന്ന ആലോചനയോ അത് പറഞ്ഞൊഴിവാക്കിയതോ ഒന്നും ജിമ്മി അറിഞ്ഞില്ല. പാവം സിൽവി ഒറ്റയ്ക്ക് ടെൻഷൻ അനുഭവിച്ചു. മാമന്മാരുടെ രണ്ടുപേരുടെയും വക ആലോചനകൾ വന്നു കഴിഞ്ഞു. ഇനി നാട്ടുകാർ ആരെങ്കിലും ആയിരിക്കുമോ കല്യാണാലോചനയുമായി വരുന്നത്? എത്രയെണ്ണം എന്ന് വെച്ചാണ് പറഞ്ഞൊഴിവാക്കുന്നത്? എന്നാലും മനസ്സിലെ ആഗ്രഹം നടത്തി കിട്ടാതിരിക്കാൻ പറ്റുമോ? എന്തൊക്കെ സംഭവിക്കുമോ ആവും. സിൽവിയുടെ മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യം എപ്പോഴായിരിക്കും പുറത്തു വരുന്നത്? അടുത്ത ഭാഗത്തിൽ കൂടുതൽ ടേണിങ്ങുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് സംഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.